ഹായ് ഓൾ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നെറ്റ്വർക്ക് ഇമേജ് പറഞ്ഞ വിഡ്ജറ്റിനെ കുറിച്ചാണ്. നമുക്ക് നെറ്റ്വർക്കിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ട ഫോട്ടോസും അങ്ങനത്തെ ഓരോന്നിനെയും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റാണ് നെറ്റ്വർക്ക് ഇമേജ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പിലോട്ട് നെറ്റ്വർക്കിൽ നിന്നല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള ഫോൾഡറിൽ നിന്ന് ഒരു ഇമേജോ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റാണ് അസറ്റ് ഇമേജ്. ഓക്കെ, ദെൻ അസറ്റ് ഇമേജ് പ്രാക്ടിക്കലി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആപ്പിൽ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യും. ഇമേജസ് എന്നുള്ള ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഇതിലോട്ടാണ്, ഈ ഒരു ഡയറക്ടറിയിലോട്ടാണ് നമ്മൾ ഇമേജസ് കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ആപ്പിലോട്ട് ഇമേജസിനെ വിളിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇമേജസ് കൊടുന്ന് പേസ്റ്റ് ചെയ്യാം, ദെൻ നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള 2 ഇമേജസ്, എൻ്റെ PC-യിലുള്ള 2 ഇമേജസ് ഞാൻ അതിലോട്ട് പേസ്റ്റ് ചെയ്യാണ്, ഇമേജസ് എന്നുള്ള ഡയറക്ടറിയിലോട്ട്. ഓക്കെ, then ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു 2 ഇമേജസ്, ഈ ഇമേജസ് എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ഇവിടെ ഡയറ്റീഷ്യനും ഡോർ സ്റ്റെപ്സ് എന്നും പറഞ്ഞ് 2 ഇമേജസ് നമ്മൾ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഇനി ഈ ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ ആപ്പിലോട്ട് ആക്സസ് ചെയ്യാം, അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ pubspec.yaml എന്നുള്ള ഫയലിൽ പോവുക. ദെൻ അവിടെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ ഡിപ്പെൻഡൻസീസ് ഉണ്ട്, ആ ഡിപ്പെൻഡൻസീസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യണം. സോ അതൊക്കെ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇമേജസ് ആഡ് ചെയ്യേണ്ട കേസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യാണ്. കമാൻഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ക്ലിയർ ചെയ്യണേ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഈ അസെറ്റ്സ് എന്നുള്ള ഈ ഒരു ഇത് അൺകമാൻഡ് ചെയ്യുക. ദെൻ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇൻഡന്റേഷൻ ആണ്. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് 2 സ്പേസ് ആണ് അസെറ്റ്സ് എന്നുള്ള അതിന്റെ മുമ്പുള്ള സ്പേസിങ്. അപ്പൊ സ്പേസിങ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എറർ വരും. ദെൻ നമ്മൾ ഇവിടെ നമ്മുടെ ഫോൾഡറിനെ വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇമേജസ് എന്നുള്ള ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ അതിൻ്റെ അകത്തുള്ള ഡയറ്റീഷ്യൻ ഡോട്ട് എന്നുള്ള ആ ഒരു ഇമേജിനെ വിളിച്ചു. അസെറ്റ്സിന്റെ അകത്ത് ഇമേജസിൽ dietitian.png എന്നുള്ള ഇമേജിനെ വിളിച്ചു. ദെൻ നമ്മൾ പബ്ഗെറ്റ് കൊടുക്കുകയാണ്. ദെൻ പബ്ഗെറ്റ് കൊടുത്തിട്ട് നമുക്ക് എക്സിറ്റ് കോഡ് 0 കിട്ടിയാൽ നമ്മൾ ഓക്കെ ആണ്. ദെൻ നമ്മൾ നമ്മുടെ മെയിൻ ഫയലിലോട്ട് പോയി. ദെൻ ഇവിടെ നമുക്ക് റോന്റെ അകത്താണ് വിളിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഇമേജിനെ വിളിക്കാം. ഇമേജിൽ നമുക്ക് അസെറ്റ് ഇമേജ് എന്നുള്ള വിഡ്ജറ്റിൽ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക, ഫസ്റ്റ് ഫോൾഡർ നെയിം, ദെൻ സ്ലാഷ്, ദെൻ നമ്മൾ എന്താണോ ഇമേജിൻ്റെ പേര് ആ ഇമേജിൻ്റെ പേര്. ഓക്കെ, അസെറ്റ് ഇമേജ് പറഞ്ഞ വിഡ്ജറ്റ്, ദെൻ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഫോൾഡർ നെയിം സ്ലാഷ്, ദെൻ ഇമേജിൻ്റെ നെയിം. നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇമേജ് ഷോ ചെയ്തില്ലേ? യെസ്, നമ്മൾ ഇതിൻ്റെ മുകളിൽ സൈസ്ഡ് ബോക്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്പേസ് ഒന്നും വന്നില്ല, ഒരു 10 കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ റൺ ചെയ്തു, റീലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് അവിടെ ആ ഒരു സ്പേസിങ്ങിൽ ഇമേജ് വന്നു. ദെൻ നമ്മൾ കൊടുക്കുന്ന ഓരോ വിഡ്ജറ്റ്സും നമ്മുടെ ആപ്പിൽ ഷോ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യാം. അപ്പം നമുക്ക് എറർ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. അല്ലാത്ത കേസിൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം അത് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് വേണം ദെൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു നേരത്തെ ആ സൈസ്ഡ് ബോക്സിൻ്റെ ആ സ്പേസിങ് വന്നിരുന്നില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്തപ്പോൾ നമുക്ക് ആ സ്പേസിങ് കിട്ടി. അപ്പോൾ ഇവിടെ ഓവർഫ്ലോ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇമേജിനെ റാപ്പ് ചെയ്യും. എന്തിലോട്ട്? ഒരു കണ്ടെയ്നറിലോട്ട് റാപ്പ് ചെയ്യും.
ദെൻ ആ കണ്ടെയ്നറിന് ഒരു ഹൈറ്റും ഒരു വിഡ്ത്തും കൊടുക്കും. ഓക്കെ, ദെൻ നമ്മൾ എഗെയിൻ റൺ ചെയ്യും. ബട്ട് നമുക്ക് ചേഞ്ചസ് ഒന്നും വന്നില്ല. സോ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യാം. ഓക്കെ, ചില കേസസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് ഷോ ചെയ്യാം. ഓക്കെ, യെസ്, നമ്മളിവിടെ ഹൈറ്റും വിടുത്തും, ഒരു കണ്ടെയ്നറിന്റെ ഹൈറ്റും വിടുത്തും 100 ഹൈറ്റും 100 വിടുത്തും കൊടുക്കും. ദെൻ അതിൽ നമ്മൾ ഈ ഇമേജിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡോർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഇമേജിനെ വിളിക്കണം. സോ അതിന് നമ്മൾ അഗെയിൻ ഇവിടെ പോയിട്ട് നമ്മൾ ഇമേജസ് എന്നുള്ള ഫോൾഡറിൽ ഡോർ സ്റ്റെപ്സ് .png നമ്മൾ ഫോൾഡർ നെയിം കൊടുത്തു, ഫയൽ നെയിം കൊടുത്തു, പബ്ഗെറ്റ് അടിച്ചു, നമുക്ക് എക്സിറ്റ് കോഡ് 0 വന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് വീണ്ടും പോയിട്ട് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു. അതായത് നമ്മളൊരു സൈസ്ഡ് ബോക്സിൽ ഹൈറ്റ് ഒരു 10 കൊടുത്തു. ദെൻ നമ്മളൊരു കണ്ടെയ്നറിൽ നമ്മൾ 100 ഹൈറ്റും വിഡ്ത്ത് 100ഉം കൊടുത്തു. ദെൻ ചൈൽഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഇമേജിനെ കൊടുത്തു. ഇമേജിൽ നമ്മൾ എന്ത് വിളിച്ചു? ഇമേജ് എന്നുള്ള പ്രോപ്പർട്ടിക്ക് അസെറ്റ് ഇമേജ് കൊടുത്തു. ദെൻ അസെറ്റ് ഇമേജിൽ നമ്മൾ ഇമേജസിൽ .steps.png നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്തപ്പോൾ നമുക്ക് വന്നില്ല. നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ടെർമിനലിൽ നമുക്ക് അല്ലെങ്കിൽ എറർ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ഡോട്ട് സ്റ്റെപ്സ് ഇമേജ് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഡോട്ട് സ്റ്റെപ്സ് എന്നുള്ള ഇമേജ് ഷോ ചെയ്തു. ഈ ഇമേജസ് എന്നുള്ള ഫോൾഡറിന്റെ അകത്ത് നമ്മൾ ഒത്തിരി ഇമേജസ് കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ദെൻ ആ ഇമേജസിനെ എല്ലാം നമ്മൾ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പബ്സ്പെക്കിൽ പോയിട്ട് ഇതുപോലെ ഓരോ ഫയലിനെയും സെപ്പറേറ്റ് വിളിക്കണം. സോ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ഒരു ഫോൾഡറിനെ അവിടെ കോൾ ചെയ്താൽ മതി. ഓക്കെ, ആ ഫോൾഡറിനെ വിളിച്ചാൽ നമ്മൾ ഈ ഒരു ഫോൾഡറിനെ ആക്സസ് ചെയ്യും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട ഇമേജസിനൊക്കെ നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ ഇതുപോലെ ഫോൾഡർ നെയിം / ദെൻ ഫയലിൻ്റെ നെയിം വെച്ചുകൊണ്ട് നമ്മൾ വിളിച്ചാൽ മതി. പബ്സ്പെക്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അസെറ്റ്സിൽ നമ്മൾ ആ ഫോൾഡറിനെ വിളിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? വേണ്ട, ഇവിടെ നമുക്ക് ഫോൺസ് ഒക്കെ ആഡ് ചെയ്യേണ്ട കേസിൽ ഇവിടെ നമുക്ക് ചെയ്യണം. സോ ഈ ഒരു അസെറ്റ്സിൻ്റെ കേസിൽ ഇൻഡന്റേഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ നമുക്ക് ഇമേജസ് എന്തെങ്കിലും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇമേജ് എന്നുള്ള വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്താൽ മതി. ദെൻ അസെറ്റ് ഇമേജ് നമുക്ക് നെറ്റ്വർക്ക് എന്നല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫോൾഡറിലുള്ള ഇമേജസ് നമുക്ക് ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോൾഡറിൽ ഇമേജസ് ഒക്കെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് ദെൻ അവിടുന്ന് നമ്മൾ അസെറ്റ് ഇമേജ് പറഞ്ഞ വിഡ്ജറ്റ് യൂസ് ചെയ്തെങ്ങാണ്ട് നമ്മൾ ആക്സസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പം അസെറ്റ് ഇമേജ്, നെറ്റ്വർക്ക് ഇമേജ്, ഈ വിഡ്ജറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഓക്കെ ആണ്. യെസ്, അപ്പം ഇമേജസിൻ്റെ കേസിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. ഇനി ഇപ്പം നേരത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്ത സമയത്താണ് നമുക്ക് നമ്മളെ ചേഞ്ചസ് വന്നത്, കോഡിൽ ചേഞ്ച് ചെയ്തത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തത്. അത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് റൺ ആപ്പിൻ്റെ അകത്ത് മെറ്റീരിയൽ ആപ്പിൽ ഹോമാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് നമ്മൾ ഇത് റൺ ആപ്പിൻ്റെ അകത്ത് ഒരു വിഡ്ജറ്റ് മെറ്റീരിയൽ ആപ്പ് കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് ഇതിൻ്റെ അതായത് കോഡിലുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ആ ആപ്പിൽ ഷോ ചെയ്യാം. ബട്ട് നമ്മൾ ഈ ഒരു കോഡ് എടുത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്സ് ഉണ്ട്. സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്സും നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ദെൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിനൊരു നെയിം കൊടുക്കും. ദെൻ ക്ലാസ്സിനെ നമ്മൾ ഇവിടെ വിളിക്കും. ഓക്കെ,
ദെൻ നമ്മൾ ഇവിടെ ഈ കണ്ടെയ്നർ കൊടുത്ത സ്ഥലത്ത് കൊടുന്ന് നമ്മളെ മെറ്റീരിയൽ ആപ്പിനെ നമ്മൾ പേസ്റ്റ് ചെയ്യും. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് റൺ ചെയ്യാം. ദെൻ ഇനി ഇതിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് ഏതോന്ന് ലോഡായിട്ടില്ല. ഏതാണ്? ഡോർ സ്റ്റെപ്പിൻ്റെ സ്പെല്ലിങ് ഇൻകറക്റ്റ് ആണ്. അത് എന്തോന്ന് ബാക്ക് സ്പേസ് അടിച്ചപ്പോൾ എന്തോ പോയതാണ്. ദെൻ ജസ്റ്റ് നമ്മളിപ്പോൾ റീലോഡ് ചെയ്ത സമയത്ത് അത് ഇവിടെ ഡിസ്പ്ലേ. അതായത് ഈ ഒരു ബിൽഡ്, ഈ ഒരു വിഡ്ജറ്റ് ബിൽഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫങ്ഷൻ അവിടെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബിൽഡ് പറഞ്ഞിട്ടുള്ള ഈ സ്കഫോൾഡിനെ എപ്പോഴും നമ്മൾ റീലോഡ് ചെയ്യുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് റീലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫ്ലട്ടറിൽ. അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യുന്നതിൻ്റെ പകരം നമുക്ക് ചെയ്യുന്ന അപ്ഡേറ്റ്സ് അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് റീലോഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഹോട്ട് റീലോഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യിപ്പിക്കണം.